നമസ്കാരം. ഈ വീഡിയോയിൽ നാം കാണുന്നത് 2025 മാർച്ചിലെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ഫാക്റ്റുകളാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് വരുന്ന ചില റയർ പോയിന്റുകൾ കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ കുറിച്ചാണ്. ഈയിടെ പത്രങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു ന്യൂസാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി ക്രിസ്റ്റി കവൻട്രിയെ തിരഞ്ഞെടുത്തത്. ക്രിസ്റ്റി കവൻട്രിയാണ് പുതിയ പ്രസിഡന്റ്. ചാർജ് എടുത്തിട്ടില്ല. ചാർജ് എടുക്കുന്നത് 2025 ജൂൺ 23-നാണ്. അപ്പൊ എന്താണ് ജൂൺ 23-ന്റെ പ്രത്യേകത? ജൂൺ 23-നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അപ്പൊ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ചോദിച്ചാലും ജൂൺ 23-ആണ്. ആ ദിവസമായിരിക്കും ചാർജ് എടുക്കുക. അപ്പോൾ പുതിയ അധ്യക്ഷയായിട്ട് സെലക്ട് ചെയ്തത് ക്രിസ്റ്റി കവൻട്രിയാണ്. ഈ ചോദ്യം ഇനി പരീക്ഷകളിൽ ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ്. ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്രിസ്റ്റി കവൻട്രി. ഏറ്റവും നല്ല രസകരമായ കാര്യം 1894-ലാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. ഏതാണ്ട് 130 വർഷം പിന്നിട്ട് കഴിഞ്ഞു. 131-ാം വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ആ സമയത്താണ് ആദ്യമായിട്ടൊരു വനിതാ അധ്യക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പേര് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക, ക്രിസ്റ്റി കവൻട്രി. ക്രിസ്റ്റി കവൻട്രി. ഇനി എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ പ്രസിഡന്റുമാരിൽ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 10ാമത്തെ പ്രസിഡന്റ് കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. അതേസമയം ആദ്യ വനിതയാണ്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുത കൂടി ഉണ്ടല്ലോ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആകുന്ന വനിത ചോദിച്ചാൽ അത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയാണ് അതിന്റെ ആദ്യത്തെ അധ്യക്ഷ. PT ഉഷ നിലവിൽ രാജ്യസഭയിൽ നിന്നുള്ള ഒരു നോമിനേറ്റഡ് അംഗമാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. രാജ്യസഭയിലെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 12 അംഗങ്ങളിൽ ഒരാളാണ് നിലവിൽ PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷ കൂടിയാണ്. ആ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി. ഇനി അധ്യക്ഷന്മാരിൽ ഇതുവരെ ഉണ്ടായിരുന്ന അധ്യക്ഷന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ചോദിച്ചാലും ക്രിസ്റ്റി കവൻട്രി ആണ്. ഏതാണ്ട് 41 വയസ്സേ ഉള്ളൂ. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സിംബാബ്വേയാണ്. ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംബാബ്വെ. അതല്ല, നമ്മൾ ഓർക്കേണ്ടത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ അധ്യക്ഷയാണ്. നമുക്കറിയാം ആഫ്രിക്കൻ യൂണിയൻ ഉണ്ട്. ആഫ്രിക്ക എന്നുള്ള ഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആദ്യ അധ്യക്ഷ കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. അപ്പൊ 3 കാര്യങ്ങളായി: വനിത, ആദ്യ വനിത, ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ അധ്യക്ഷ. ഇനി ഒളിമ്പിക്സിൽ മത്സരിച്ചിട്ടുണ്ട്. ഏതിന്റെ താരമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നീന്തൽ താരമാണ്. നീന്തൽ താരമായിരുന്നു ക്രിസ്റ്റി കവൻട്രി. ഇനി ക്രിസ്റ്റി കവൻട്രി 2004, 2008 ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടി, ഗോൾഡ് മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. 2004-ലെ ഏതൻസ് ഒളിമ്പിക്സും 2008-ലെ ബീജിംഗ് ഒളിമ്പിക്സും, ഇത് രണ്ടിലും സ്വർണ്ണ മെഡൽ, നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. ഒളിമ്പിക്സിൽ ഇതുവരെ 7 മെഡൽ നേടിയിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വയ്ക്കുക. 2 സ്വർണ്ണമുണ്ട്, പിന്നെ 4 വെള്ളിയാണ്, 1 വെങ്കലം. അങ്ങനെ 7 മെഡൽ നേടിയിട്ടുണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നിലവിൽ ആരാണ് അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച് ആണ് നിലവിലെ അധ്യക്ഷൻ. അദ്ദേഹം ഉടനെ റിട്ടയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പുതിയ ആളിനെ തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞു 1894-ലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. അതിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ലൂസൈനാണ് ആസ്ഥാനം. എന്നാൽ പാരീസിലാണ് രൂപീകരിച്ചത്. പാരീസിൽ രൂപീകരിക്കുകയും പിന്നീട് സ്വിറ്റ്സർലാൻഡിലെ ലൂസൈനിലേക്ക് ആസ്ഥാനം മാറ്റുകയും ചെയ്തതാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇനി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിമിത്രിയസ് വിഗേലസ് ആണ്. ദിമിത്രിയസ് വിഗേലസ്. അതേസമയം രണ്ടാമത്തെ അധ്യക്ഷനാണ് പിയറി ഡി കുബർട്ടിൻ. ഇദ്ദേഹത്തെയാണ് നമ്മൾ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിയറി ഡി കുബർട്ടിൻ ആണ്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896-ലാണെന്ന് നമുക്കറിയാം. ആധുനിക ഒളിമ്പിക്സ് 1896. 1900-ലാണ് രണ്ടാമത്തെ ഒളിമ്പിക്സ് നടന്നത്. പാരീസിലാണ്. പാരീസ് 3 തവണ ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട്. 1900, 1924, 2024. 2024 ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചാലും പാരീസ് ആണ്. 2028 ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോസ് ഏഞ്ചൽസ് ആണ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. 2032 ബ്രിസ്ബെയിനുമാണ് മറ്റ് പ്രധാന വേദികൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നമുക്കറിയാം ഇന്ത്യ 71-ാം സ്ഥാനമാണ് നേടിയത്. ഇന്ത്യയുടെ സ്ഥാനം 71 ആയിരുന്നു.
1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡൽ നേടി ഇന്ത്യയുടെ സ്ഥാനം 71 അത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും പുതിയ അധ്യക്ഷയായ ക്രിസ്റ്റി കവൻട്രിയെയും കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ വരുന്നത് മാർച്ച് മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഫാക്ടുകളിലേക്കാണ്. ഒന്ന്, ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിച്ചത് ആരെയാണ്? ഡോക്ടർ എസ് സോമനാഥിനെയാണ്. അദ്ദേഹത്തെ നമുക്കറിയാം ISROയുടെ മുൻ ചെയർമാനാണ്, മലയാളിയാണ്. 10ാമത്തെ ISRO ചെയർമാൻ ആയിരുന്നു ഡോക്ടർ എസ് സോമനാഥ്. അതേപോലെ 5ാമത്തെ മലയാളി. ഇപ്പൊ 10ാമത്തെ ISRO ചെയർമാൻ, 5ാമത്തെ മലയാളിയാണ്. 1969 ഓഗസ്റ്റ് 15 ISRO രൂപീകരിച്ചതെന്നും അതിന്റെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂരാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂരിലാണ് ISROയുടെ ആസ്ഥാനം. എന്നാൽ നിലവിൽ 11ാമത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വി നാരായണനാണ്. വി നാരായണൻ. അദ്ദേഹത്തെയാണ് ക്രയോജനിക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുക. അപ്പൊ ക്രയോജനിക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വി നാരായണനാണ്. അടുത്തൊരു ഫാക്ട് ഈ ഇടക്കാലത്ത് പത്രത്തിൽ വന്നത് ജോൺ ഹ്യൂബർട്ട് മാർഷലിനെ കുറിച്ചാണ്. ജോൺ ഹ്യൂബർട്ട് മാർഷൽ. ഇദ്ദേഹത്തിനെ കുറിച്ച് വരാനുണ്ടായ സാഹചര്യം, ചെന്നൈയിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒരു ബ്രിട്ടീഷുകാരനായ ഇദ്ദേഹത്തിന്റെ പ്രതിമ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിമ സ്ഥാപിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനാണ് ഇദ്ദേഹം. അപ്പൊ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ മാർഷലാണ്. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥമാണ് ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനാണ്. അടുത്തൊരു ചിത്രമാണ് ഗ്രാമയാത്ര എന്ന ചിത്രം. ഗ്രാമയാത്ര ഇത് ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MF ഹുസൈന്റെ ഒരു ചിത്രമാണ്. MF ഹുസൈന്റെ ചിത്രമാണ് ഗ്രാമയാത്ര. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയിൽ ഏറ്റവും അധികം തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ആധുനിക ചിത്രമാണ് ഗ്രാമയാത്ര. ഏകദേശം 118 കോടി രൂപയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും അധികം തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ആധുനിക ചിത്രമാണ് ഗ്രാമയാത്ര. ചിത്രത്തിന്റെ സൃഷ്ടാവ് ചോദിച്ചു കഴിഞ്ഞാൽ MF ഹുസൈനാണ്. ഇനി ഇത് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ഇത് ലേലം ചെയ്ത് പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പോയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമൃത ഷെർഗിലിന്റെ സ്റ്റോറി ടെല്ലർ എന്ന കൃതിയാണ്, എന്ന ചിത്രമാണ്. അപ്പൊ അമൃത ഷെർഗിലിന്റെ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രമാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പോയത്. ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമയാത്ര എന്ന ചിത്രമാണ്. അടുത്ത ഈ സെഷന്റെ അവസാനത്തെ ഒരു പാർട്ടാണ് ഡോക്ടർ K രത്നമ്മ. ഈ ഇടയ്ക്ക് അന്തരിച്ച 2025 മാർച്ചിൽ അന്തരിച്ച ഡോക്ടർ K രത്നമ്മ ഒരു ദ്രാവിഡ ഭാഷാ ഗവേഷകയാണ്. അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ സാഹിത്യകൃതികളുടെ ഗവേഷക കൂടിയായിരുന്നു. നാരായണ ഗുരുവിന്റെ കൃതികളെ കുറിച്ച് പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ K രത്നമ്മ. 2025 അന്തരിച്ചു. ഡോക്ടർ K രത്നമ്മയുടെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ഓൺ ഏർലി മലയാളം, ഏർലി ഇൻസ്ക്രിപ്ഷണൽ ലാംഗ്വേജ്, അനന്തപുര വർണ്ണനം, പ്രാചീന ശാസനങ്ങളും മലയാള പരിഭാഷയും, നെല്ലും പതിരും. ഇതിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യത ഈ നെല്ലും പതിരുമാണ്. ഈ ഒരു പേര് വെച്ചിട്ട് തന്നെ ഒന്ന് ഓർക്കണം, നെല്ലും പതിരും ഡോക്ടർ K രത്നമ്മയുടേതാണ്. അതുപോലെ ഭഗവത്ഗീത പഠനവും വ്യാഖ്യാനവും. ഇപ്പൊ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട പോയിന്റ്, ദ്രാവിഡ ഭാഷാ ഗവേഷകയായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സാഹിത്യകൃതികളുടെ ഗവേഷക കൂടിയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നെല്ലും പതിരും. ഇതാണ് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയർ ഫാക്റ്റുകൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.